ഉമാ തോമസ് എംഎൽഎക്കെതിരെ കടുത്ത സൈബർ ആക്രമണം പരതിവിടുന്നു. ഉടൻ നിർത്തണം മുന്നറിയിപ്പുമായി മുതിർന്ന നേതാക്കൾ. പാർട്ടിയിൽ അതൃപ്തി പുകയുന്നു. ഉമാ തോമസ് എംഎൽഎക്കെതിരായ സൈബർ ആക്രമണത്തിൽ കടുത്ത അതൃപ്തിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് ഉമാ തോമസിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നത്. ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് അണികളാണെങ്കിൽ ഉടൻ നിർത്തണമെന്ന് നേതൃത്വത്തിൽ നിന്നും തന്നെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഉമാ തോമസിനെതിരെയുള്ള ആക്രമണം ആസൂത്രിതമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നതാണെന്ന അഭിപ്രായവും നേതാക്കൾക്കുണ്ട്. അടുത്ത തവണ വീട്ടിലിരുത്തണമെന്നും പരിക്കേറ്റപ്പോൾ രക്ഷപ്പെടണമെന്ന പ്രാർത്ഥന തെറ്റായിരുന്നു എന്നുൾപ്പെടെയുള്ള അധിക്ഷേപങ്ങളാണ് ഉയരുന്നത്. മേലനങ്ങാതെ എംഎൽഎ ആയതിന്റെ കുഴപ്പമാണെന്നുള്ള കമന്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഉമാ തോമസ് എംഎൽഎയെ അനുകൂലിച്ചുള്ള നിലപാടുകളും പാർട്ടിയിലെ വാക്പോര് മുതലെടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ഒരു നിമിഷം പോലും വൈകരുതെന്നായിരുന്നു ഉമാ തോമസ് നടത്തിയ പ്രതികരണം. യുവതികളുടെ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഒരു നിമിഷം മുൻപ് തന്നെ രാജിവെക്കണമെന്നും മറ്റു പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പരിഗണിക്കേണ്ടതെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു. അതേസമയം നടന്നത് സൈബർ ആക്രമണമായി കാണുന്നില്ലെന്നും പ്രതികരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് ഉമാ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഹുലിന്റെ വിഷയത്തിൽ തന്റെ നിലപാട് താൻ വ്യക്തമാക്കി കഴിഞ്ഞു. നടപടി സ്വീകരിക്കേണ്ടത് പാർട്ടിയാണ്. സൈബർ ആക്രമണത്തിൽ നിലവിൽ പരാതിയില്ലെന്നും ഉമാ തോമസ് വ്യക്തമാക്കുകയുണ്ടായി. സൈബർ ആക്രമണം ഉമാ തോമസ് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചത്. ഉമാ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. രാഹുൽ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിച്ചാണ് എംഎൽഎ പദം വരെ എത്തിയതെന്നും അല്ലാതെ ഉമാ തോമസിനെ പോലെ PT തോമസ് എന്ന മഹാനായ നേതാവിന്റെ വിധവയായതുകൊണ്ട് ജനപ്രതിനിധി ആയതുപോലെ അല്ലെന്നും കമന്റിൽ പറയുന്നു. പാർട്ടി ഒരു സമയത്ത് വല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ എല്ലാവരും നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ CPM വിലസുമ്പോൾ അതിനെ പ്രതിരോധിച്ച് പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നാൽ അധികാരത്തിൽ വരുമെന്ന അവസ്ഥയിൽ എത്തിച്ച രാഹുലിനെ ഉമ പരസ്യമായി എതിർക്കുന്നുവെന്ന് മറ്റൊരു കമന്റിൽ പറയുന്നു. സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് MLA ഉമാ തോമസ് രംഗത്തെത്തിയിരുന്നു. സൈബർ ആക്രമണത്തിൽ പ്രശ്നമില്ലെന്നും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം കൂടെ നിൽക്കുമെന്നും ഉമ വ്യക്തമാക്കി. രാഹുലിന്റെ വിഷയത്തിൽ പറയാനുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആരുടെയും സ്വാതന്ത്ര്യത്തിലും കൈകടത്തുന്നില്ല. സൈബർ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കില്ലെന്നും ഉമാ തോമസ് കൂട്ടിച്ചേർത്തു. അതേസമയം ഉമാ തോമസിനെതിരായുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിലാണെന്ന് DYFI ആരോപിച്ചു. പണം കൊടുത്ത ആളുകളെ ഇറക്കിയാണ് ഷാഫി സൈബർ കൂട്ടത്തെ നിയന്ത്രിക്കുന്നതെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു. വയനാടിനു വേണ്ടി പിരിച്ചെടുത്ത പണമാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നും വസീഫ് ആരോപിച്ചു. ആവശ്യമെങ്കിൽ ഉമാ തോമസിന് DYFI സംരക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിയുടെ അടിവേരിളക്കുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്ന കാര്യത്തിൽ